ക്യാരക്ടറിനെ വിഷ്ണു ചേട്ടാ ക്യാരക്ടറിനെ പറ്റി പറ. ജിൻഡോ ജിജോ ജിജോ ഇരട്ടകളാണോ? അല്ല, ഇരട്ടകളല്ലേ, ഇവരെ പ്രായം പറയുന്നില്ല സിനിമയില്. ഇവര് ലാലു അർജുന്റെ മക്കളാണ്. പ്രായം പറയുന്നില്ല, പക്ഷെ അവരുടെ ഒരു കഥാഗതിയില് രസമാണ്. ലാലു ചേട്ടന് ആണ് അച്ഛന്, അപ്പൊ രണ്ട് പേർക്ക് പറ്റിയൊരു അച്ഛനായിരുന്നു അല്ലേ? അതെ. എങ്ങനെയുണ്ടായിരുന്നു ലാലു ചേട്ടനൊപ്പം ഉള്ളൊരു? ലാൽ ചേട്ടനായിട്ട് നേരത്തെ വർക്ക് ചെയ്യേണ്ട അച്ഛൻ്റെ കൂടെ ഈ സിനിമയും വർക്ക് ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് ഒരു പടവും ചെയ്തു. ഇറങ്ങാനുണ്ട് അതൊക്കെ ചെയ്യണം. അല്ല, ഈ ചിറകിന്റെ കഥ പറഞ്ഞില്ലേ? അതായത് ഈ അപ്പന് വേണ്ടി മക്കള് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമല്ലോ. അപ്പൊ ഇത് വേറെ ആരും ചെയ്യാത്തൊരു കാര്യം ഈ അപ്പന്റെ ഒരു ആഗ്രഹം നടത്താൻ വേണ്ടിട്ട് ഈ മക്കൾ ചെയ്യുന്നുണ്ട്. അതാണ് ഇവര് അപൂർവ പുത്രന്മാരാക്കുന്നത്. ഈ ഭൂമിയിൽ ആരും ഇതുപോലത്തെ അങ്ങനത്തെ ഒരു ചെയ്ത. അതായത് ഇതുവരെ അതാണ് ഈ പടത്തിന്റെ ഒരു ട്വിസ്റ്റ്. കാരണം ഒരു മക്കളും ചെയ്യാത്ത ഒരു കാര്യമാണ്. ത്യാഗമാണോ? അതൊന്നും പറയാൻ പറ്റില്ല. ത്യാഗം ഒരു വല്ലാത്തൊരു ചെയ്ത അത് മാത്രം അറിയാം. വിഷ്ണു ചേട്ടൻ ഇപ്പൊ ഹിറ്റടിച്ച് നിൽക്കാണ്. കൂടുതൽ സിനിമ തിയേറ്ററിൽ നിന്ന് തിയേറ്റർ, കോളേജിൽ നിന്ന് കോളേജ് പറന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ചേട്ടാ കൂടലിന്റെ വിശേഷത്തിന് തുടങ്ങിക്കഴിഞ്ഞാൽ? കൂടുതലിന് വിശേഷം എന്താണ്? കൂടുതലിന് വലിയ ഇന്നത്തെ ഒരു കാലത്ത് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് സിനിമയ്ക്കൊരു എബോ അവറേജ് ഒരു അഭിപ്രായം വന്നു എന്നുള്ളതാണ് ആദ്യത്തെ ഒരു സക്സസ്. അതിൻ്റെ അതൊരു വലിയ ബഡ്ജറ്റ് പടമല്ല, ചെറിയൊരു പടമാണ്. പക്ഷെ എന്നാൽ പോലും അത്യാവശ്യം ഇന്നലെയൊക്കെ ഓർഗാനിക്കലി നല്ല ആളുണ്ടായ ദിവസമായിരുന്നു. ശനിയാഴ്ച ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായിരുന്നു. പിന്നെ പതുക്കെ പതുക്കെ ഒന്ന് ആളുകളിലേക്ക് നല്ല രീതിയിൽ വരണം, സ്പ്രെഡ് ആവണം അഭിപ്രായം. അപ്പം അത് സെറ്റായി നിന്നോളും എന്നുള്ള തന്നെ വിശ്വാസമാണ്. കൂടുതൽ കണ്ടിരുന്നോ? ഞാൻ കണ്ടിരുന്നു. നേരിട്ട് അഭിപ്രായം പറയാൻ ഒരു അവസരം എന്താണ്? ഇപ്പൊ എന്തായിരിക്കും പറയാൻ പോകുന്നത്? ഞാൻ ഓൾറെഡി ഞങ്ങളെ പറയാതിരിക്കുമോ? അല്ല, ഇപ്പൊ പറയാൻ പറ്റിയ ഒരു കാര്യം, നല്ല സിനിമയാണ്. അപ്പൊ എനിക്ക് അതിൽ പേഴ്സണലി ഇഷ്ടമായ പോർഷൻസ് ഒക്കെ ഞങ്ങൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയായിരുന്നു ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം. അതായത് ഫസ്റ്റ് ഹാഫ് ഈ ഇതിലേക്ക് കൂടുതലേക്ക് വരാനൊരു സമയവും, പിന്നെ സെക്കൻഡ് ഹാഫ് ഗംഭീരം എന്നുള്ള അഭിപ്രായം തന്നെയാണ് എല്ലാവരും. അല്ലാതെ സെക്കൻഡ് ഹാഫിൽ ബിബിന്റെ ഒക്കെ നമ്മള് ഞെട്ടിപ്പോണ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഞങ്ങൾ രാവിലെ വേറെ ഇന്റർവ്യൂവിലും പറഞ്ഞു. ഇപ്പൊ ബിബിന് ഇപ്പൊ ഒരു പ്രത്യേകത എന്ന് മറ്റുള്ളവരെ കണ്ടില്ല, നമുക്കല്ല. അപ്പൊ ബിബിനെ പോലെ ഒരാള് ഇങ്ങനെ ഒരു പെർഫോം ചെയ്യുന്നു എന്ന് പറയുന്നത് ഭയങ്കര അത്ഭുതമാണ്. അതെ. അപ്പൊ അത് ഒരു സിനിമയിൽ ചിലപ്പോൾ ആളുകൾ ചെയ്തെന്നിരിക്കും, അല്ലെങ്കിൽ 1-2 തവണ ചെയ്തെന്നിരിക്കും. ബിബിന് ഇത് എത്രയോ തവണയായിട്ട് എത്രയോ സിനിമകളിലൂടെ അത് ചെയ്യുന്നു എന്ന് പറയണത് അത് ശരിക്കും പറഞ്ഞാൽ റെക്കോർഡായിരിക്കും. അപ്പൊ അത് കൂടുതൽ കണ്ടവർക്ക് അതിന്റെ ഒരു ഇന്റൻസിറ്റി മനസ്സിലാവും. അങ്ങനെ ആരും മിസ് ചെയ്യരുത് എന്നാണ് എന്റെ അഭിപ്രായം. ഇതിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ പോസ്റ്റേഴ്സ് ഒക്കെ കാണുമ്പോൾ എന്തോ ഒരു വലിയ സാധനം നമുക്ക് കിട്ടാനുണ്ടെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ്. അതിനകത്ത് കോസ്റ്റ്യൂംസ് ഒക്കെ ആണെങ്കിലും ഒരിടത്ത് വെള്ളം പിന്നെ കുറച്ച് കളർഫുൾ. അപ്പൊ അതൊരു 2 ഷെയ്ഡാണോ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അത് കഥാഗതിയിൽ ഉണ്ടാവുന്ന ചില മാറ്റങ്ങൾ മൊത്തത്തിലുള്ള അതിന്റെ സെറ്റിങ്ങിലും വരുമല്ലോ. അപ്പൊ അത് ഈ പോസ്റ്റർ ഒന്ന് ഡീകോഡ് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പിടികിട്ടും. അതൊക്കെ അതിലുണ്ട്. എന്തായാലും എന്തിലൊക്കെ പോയാലും ശരി, ഈ പടം തുടക്കം പോലെ അവസാനം വരെ ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമറാണ് ഈ സിനിമയിലുള്ളത്. അത് പക്ക നമ്മളെല്ലാവരും വളരെ ഹാപ്പിയാണ് അതിൽ. കഴിഞ്ഞിട്ട് ഇതിന്റെ ഒരു ഔട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്ത് പുറത്ത് വരുന്ന ഈ ഔട്ടിലും ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.